ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പപ്പ് ആണ്. 25.35 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഡേ ലോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഡേ ലോ 23,300 സംതിങ് ആയിരുന്നു. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 23,675.30. 23,675 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഡേ ലോ 23,317.10 ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ വീഡിയോയിൽ. പക്ഷേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഹൈയിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് വന്നിട്ടുള്ള ഹൈ ആണെങ്കിൽ 23,997.45, അതായത് 24,000 ആണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 24,000ലേക്ക് ഒരു 300 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി വരാനുണ്ട്. അപ്പോൾ അത് ഇന്ന് വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് വരുമെന്ന് നമുക്ക് നോക്കാം. 800 എന്തായാലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 23,800. $23,700 പുട്ട് ഓപ്ഷൻ. ഓക്കെ, 23,800 പുട്ട് ഓപ്ഷൻ നോക്കാം. യെസ്, 132ലാണ് ട്രേഡ് ചെയ്യുന്നത്. 23,800 പുട്ട് ഓപ്ഷൻ. 23,750 പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അറൗണ്ട് 100ൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസ് ആണ് പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 23,700 കോൾ ഓപ്ഷൻ, 23,650 കോൾ ഓപ്ഷൻ. 650 കോൾ ഓപ്ഷൻ അറൗണ്ട് 100ൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 23,600 നമുക്ക് നോക്കാം. 600 അറൗണ്ട് 140ൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ പോലെ തന്നെയുള്ള സ്ട്രൈക്ക് പ്രൈസസും അതുപോലെ പ്രീമിയം, പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം വരുന്നത് പോലെയുള്ള പ്രീമിയമാണ് നമുക്ക് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. $23,800 പുട്ട് ഓപ്ഷൻ. ഓക്കെ,
850 പുട്ട് ഓപ്ഷൻ. അപ്പോൾ 23,800ഉം 23,850യുമാണ് പുട്ട് ഓപ്ഷൻ സൈഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്ട്രൈക്ക് പ്രൈസസ്. 23,600ഉം 650യുമാണ് കോൾ ഓപ്ഷൻ സൈഡ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ്. ഏതാണ്ട് പ്രീമിയം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അറൗണ്ട് 150, അത് മറ്റേത് 120, 110, 120. ഇപ്പോൾ ഇത് 23,740 ലെവലാണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. നോക്കുകയാണെങ്കിൽ 741, 23,741 ആണ്. അപ്പോൾ 740 ലെവലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. $23,748 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. അപ്പോൾ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രീമിയം DK ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുവരെ നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എൻട്രി കൺഫർമേഷൻ കൂടി വരേണ്ടതുണ്ട്. എന്തായാലും കുറച്ചൊരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 23,800 ലെവലിലേക്കൊരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കൊരു 2 ലോട്ട്സ് എന്തായാലും കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാം. വെയിറ്റ്. ഇപ്പോൾ നമ്മൾ 2 ലോട്ട്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. 129 ആണ് ഓൾമോസ്റ്റ് ആവറേജ് പ്രൈസ് വരുന്നത്. ആവറേജ് പ്രൈസ് 129 ആണ് വരുന്നത്. 23,800 ലെവലിലേക്കൊരു അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും റിവേഴ്സൽസ് ഉണ്ട്, റിവേഴ്സൽ സൈൻ ഉണ്ട്. അതൊരു ഹയർ ഹൈ വന്നതിന് ശേഷമാണ് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉള്ളത്. എന്തായാലും ആ ഒരു മൊമെൻറ്റം നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 30 പോയിൻറ്റ്സ് വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റിലുണ്ട്. നമുക്കൊരു 10 പോയിൻറ്റ്സോളം ലോസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 129 നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ,
ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 134.80, അതായത് 135 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട്, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റൈഡ് ചെയ്ത് കപ്പിൾ ഓഫ് എൻട്രീസ് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 10-20 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് അതിന് വരികയാണെങ്കിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 130 ആണ്, അറൗണ്ട് 150 പ്ലസ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 23,750 ട്രേഡ് ചെയ്യുന്നുണ്ട്. അതൊരു 800 വന്നു കഴിഞ്ഞാലും അതൊരു ബുക്കിംഗ് ലെവൽ തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് നമുക്കൊന്നും കൃത്യമായിട്ട് ഇതൊക്കെ നമുക്ക് ട്രേഡിംഗ് പ്ലാൻസ് ആണ്, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നമുക്ക് എന്തായാലും ആ ഒരു പ്രോഫിറ്റ് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് 23,800 ലെവൽ. അപ്പോൾ ഓൾമോസ്റ്റ് 800 വരുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, അത് ഇപ്പോൾ തന്നെ വരികയാണെങ്കിൽ. ഓക്കെ, നല്ലൊരു പ്രീമിയം DK പുട്ട് സൈഡ് കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇതുവരെ വന്നിട്ടില്ല. റിസ്ക് ഉണ്ട്, അത്യാവശ്യം നല്ല റിസ്ക് തന്നെയുണ്ട്. ഇപ്പോൾ കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സ്പൈക്ക് നമുക്ക് കിട്ടിയാൽ ബുക്ക് ചെയ്യാം. യെസ്, നമ്മൾ പ്രോഫിറ്റ്സിലും കോസ്റ്റിലുമായിട്ട് നിൽക്കുകയാണ്. യെസ്, ഡയറക്ഷൻ ഒന്നുകൂടി കൺഫേം ആയിട്ടുണ്ട്. ബൈ സൈഡ് തന്നെയാണ്, അതായത് കോൾ ഓപ്ഷൻ തന്നെയാണ്. സ്പൈക്ക് ചെയ്യാൻ പോകുന്നത് മേ ബി ഒരു 20 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. 150, 160. ഓക്കെ, ഇപ്പോഴും അത് കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. $135 ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു 160 അല്ലെങ്കിൽ 170 ലെവലാണ്, 150 അല്ലെങ്കിൽ 160 ലെവലാണ്. ഓക്കെ, ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. അത് കുറച്ച് കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. നോക്കാം. വെയിറ്റ് ഫോർ എ ബ്രേക്ക് ഔട്ട്. $135, 150, 150, 150, 160 ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 23,800. യെസ്, 135 വന്നിട്ടുണ്ട്. നമ്മൾ ലോട്ട് സൈസ് ഡബിൾ ചെയ്തു, അതായത് 2 ലോട്ട്സാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് 1000 പെട്ടെന്ന് വരുന്നത്. 10 പോയിൻറ്റ്സ് പോലും മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ പോയിൻറ്റ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കണം. ലോട്ട് സൈസ് നമ്മൾ കൂടുതലാക്കിയത് കൊണ്ടാണ് ആ പ്രോഫിറ്റ്സ് വരുന്നത്. ഇപ്പോൾ ലോസ് വരുമ്പോൾ നമുക്ക് ഇന്നലെ 2000 ലോസ് വന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് വരുമ്പോൾ നമ്മൾ ആ ഒരു കൃത്യമായിട്ട് ബുക്ക് ചെയ്യേണ്ട ലെവല് ബുക്ക് ചെയ്യാൻ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 1000 ലോസ് അല്ലെങ്കിൽ 1000 പ്രോഫിറ്റ്സ്, 1500 പ്രോഫിറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരുമ്പോൾ കുറച്ചുകൂടി അധികം ലോസ് വെയർ ചെയ്യേണ്ടി വരും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കഴിഞ്ഞ 3 ദിവസവും ലോസിലാണ് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. 160 ലെവലിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അതൊരു സ്ട്രഗ്ലിങ് തന്നെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. 130, 135 ലെവൽ. നമ്മൾ ആ ഒരു പേഷ്യൻസിൽ നമുക്ക് നിൽക്കാം. യെസ്, എഗെയിൻസ്റ്റ് വരുന്നുണ്ട്. വെരി വെരി ഡേഞ്ചറസ് ആയിരിക്കും നമുക്ക് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ. കാരണം മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. എഗെയിൻ അത് ലോസിലേക്കാണ് വന്നിട്ടുള്ളത്.
നമുക്ക് എന്നും ഒരു ലോസ് ഡേ ആവുമോ, അല്ലെങ്കിൽ ലോസ് ഡേ അല്ലെങ്കിൽ ലൂസിങ് റാലി ബ്രേക്ക് ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതിന് ഡിസിപ്ലിനോടുകൂടി ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ കോസ്റ്റിൽ തന്നെയാണ്. കുറച്ച് സമയമായിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. എഗെയിൻ അതൊരു ക്രിട്ടിക്കൽ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. മേ ബി ഒരു 20 പോയിൻറ്റ്സിൻ്റെ അപ്പ് മൂവ് വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് 5 മിനിറ്റ്സിലൊരു റീടെസ്റ്റോ ബ്രേക്ക് ഔട്ട് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ചാർട്ട് വാച്ച് ചെയ്യാന്നുള്ളതാണ്. യെസ്, 135 എഗെയിൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ 140 ലെവൽ ബ്രേക്ക് ചെയ്യോ നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്തു. 135 ബ്രേക്ക് ചെയ്യാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിവേഴ്സൽ സൈൻസ് ഉണ്ട്. മേ ബി ഒരു 160 വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു ചാൻസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ട്രേഡ് 133.3 ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കോൾ ഓപ്ഷൻ ഹയർ ഹൈ വന്നു കഴിഞ്ഞാലും എൻട്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കോൾ ഓപ്ഷൻ ഡേ ലോ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ബാറാണ് ഫോം ചെയ്തിട്ടുള്ളത് നിഫ്റ്റി. അപ്പോൾ അതൊരു റിവേഴ്സൽ സൈൻ കൂടിയാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്തായാലും ഇന്ന് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അത് എത്ര ഹൈ പോയിട്ടാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 23,800 ആണൊരു റെസിസ്റ്റൻസ് ലെവൽ. നമ്മൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു. 585 ആണ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാം, പ്രീമിയം 93ലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ 130 സ്ക്വയർ ഓഫ് ചെയ്തത്. ഇപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അധികം സമയമായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു റിവേഴ്സൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒറ്റൊരു ഡാറ്റ അതിനകത്തുള്ളൂ, ഇൻസൈഡ് ബാർ. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രീവിയസ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസൈഡ് ബാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു റിവേഴ്സൽ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ്സിൽ 39:30 വന്നിട്ടുള്ള ക്യാൻഡിലാണ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, 9:30 9:30 കൃത്യമായിട്ട് സ്ക്വയർ ഓഫ് ചെയ്തു. നമ്മൾ അടുത്ത എൻട്രി നമുക്ക് എടുക്കേണ്ടതുണ്ട്. പുട്ട് ഓപ്ഷനിൽ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ 1 ലോട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ആ ഒരു മൂവ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഇനി എൻട്രി എടുക്കുമ്പോൾ 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം 1 ലോട്ട് മാത്രം എടുത്തിട്ട് സ്ക്വയർ ഓഫ് ചെയ്തു. ഓക്കെ, പുട്ട് ഓപ്ഷൻ നമ്മൾ 783 ആണ് ബുക്ക് ചെയ്തത്. 1 ലോട്ടേ എടുക്കാൻ പറ്റൂ. അതിന് റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പുൾ ബാക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി ആണ് എടുത്തതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു 2 ലോട്ട്സ് എടുത്തിട്ട്. ഇപ്പം നമ്മൾ ആ ഒരു പ്രോപ്പർ എൻട്രി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഡേ ലോ വരാനായി. അപ്പോൾ ആ ഒരു മൊമെൻറ്റം എടുത്തതും നമുക്കൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കത് 2 ലോട്ടാക്കി മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് എടുത്തതും പ്രോഫിറ്റ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 150 കയറി 62 ബുക്ക് ചെയ്തു. അപ്പോൾ അത് 2 ലോട്ട്സ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 1.5K ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റാലി നമുക്ക് കൃത്യമായിട്ട് എടുത്തു. ഡേ ലോ വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. ഇത് കൃത്യമായിട്ട് നമുക്ക് ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസവും പറ്റിയിട്ടുള്ള സെയിം മിസ്റ്റേക്കാണ്. നമ്മൾ ഇന്നത് കൃത്യമായിട്ട് ചെയ്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, 3 ദിവസം നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റാതായി പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ട്രേഡ്സ് ആണ്. കറക്റ്റ് ട്രേഡ്സ്, നല്ല ട്രേഡ്സ് എടുത്തിട്ടും നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ നമുക്കൊരു ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് വൈകിയാൽ തന്നെ നമ്മുടെ കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ താഴേക്ക് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത്
എക്സിറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസിഷൻ കറക്റ്റ് സമയത്ത് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ട്രേഡ്സിൽ നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ ലേറ്റ് ആയതോ അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനോ ബുക്ക് ചെയ്യാനോ നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് വേണം. ഞാൻ ഒരു ഡേ ലോയിലേക്ക് ഫോളോ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇന്നൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരും എന്നുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്തായാലും റിവേഴ്സൽ ഉണ്ട് അല്ലെങ്കിൽ ബുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ സമയത്താണ് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 9:35 വെറും 20 സെക്കൻഡ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തത് പ്രോഫിറ്റ്. കാരണം അതിൽ നമുക്ക് എൻട്രി എടുത്തിട്ടുള്ള 150 ആണ്. ഇപ്പോൾ അത് 155 നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രീമിയം കാണാം 23,800 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഓപ്പൺ ലോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്, ഓൾമോസ്റ്റ് ഓപ്പൺ ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തത് 23,675 എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ കോൾ ഓപ്ഷൻ ഡേ ലോ വന്നു കഴിഞ്ഞു, പുട്ട് ഓപ്ഷൻ ഡേ ഹൈയും വന്നു കഴിഞ്ഞു. അപ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ചാർട്ട്സ് നോക്കുന്നവർ ഈ ഒരു സമയത്തൊന്ന് എടുത്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസൈഡ് ബാർ വന്നതിന് ശേഷം നേരെ താഴേക്കാണ് വരുന്നത്. ഓപ്പൺ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ലോ വന്നിട്ടുള്ളത് കോൾ ഓപ്ഷനിൽ 130 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡേ ഹൈ വന്നത് പോലും 139 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 139 വരുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 135 ബുക്ക് ചെയ്തു, 133 നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു 35 ലെവലാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ചെയ്ത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തില്ല, അങ്ങനെ ബുക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അത് 70ലേക്കാണ് ഡേ ലോ വന്നിട്ടുള്ളത്. 67.20 ആണ് ഇതുവരെയുള്ള ഡേ ലോ. അപ്പോൾ നമുക്ക് 130 എന്ന് പറയുമ്പോൾ 70 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 60 പോയിൻറ്റ്സിൻ്റെ ലോസ് ആണ്. നമ്മൾ 130 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, 7,800 ആണ് അതിൽ ലോസ് വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ആലോചിക്കണം, ആ ഒരു ഡിസിഷൻ കൃത്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് നമ്മൾ ലോട്ട് സൈസ് ആഡ് ചെയ്തിട്ടില്ല. 2 ലോട്ട് മാത്രം ആഡ് ചെയ്യണമെങ്കിൽ പോലും, കൂടുതൽ ആഡ് ചെയ്തിട്ടില്ല, 2 ലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ പോലും 60 പോയിൻറ്റിൻ്റെ ലോസാണ് നമുക്ക് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആവറേജ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ്സ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പ്രോഫിറ്റ്സിലേക്ക് വരുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയം. അതിനും റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ലോസാണ് ബെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും നമുക്കൊരു 10-20 പോയിൻറ്റ്സ് ബെയർ ചെയ്താൽ പോലും 2,600 രൂപയോളം ലോസ് വരും 2 ലോട്ടാണെങ്കിൽ. 130 ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 585 ആണെങ്കിലും നമ്മുടെ ലോസ് വന്നിട്ടുണ്ടാവുക, നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലോസ് നമ്മൾ ഡേ ലോ വരുന്നത് വരെ നമ്മളത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് 7,500 എറൗണ്ടാണ്. ഇപ്പോൾ ഒരു 7,000-8,000 രൂപയുടെ റിസ്ക് ആ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ 3 ദിവസവും നമുക്ക് അതുപോലെ പ്രോഫിറ്റ്സിലേക്ക് ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ എടുത്ത ട്രേഡ് നല്ലതാണെങ്കിലും അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലാണ് നമുക്ക് ആ ഒരു ട്രേഡ് പ്രോഫിറ്റിലും അതുപോലെ തന്നെ ചെറിയ ലോസിലും നമുക്ക് അതിനുശേഷം നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തു. പുട്ട് ഓപ്ഷൻ നമുക്ക് ക്വിക്ക് ട്രേഡ് ആയിരുന്നു. നമ്മൾ ആ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലോട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. 2 ലോട്ട് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ റിസ്ക് അതിൽ ഉണ്ട്. നമ്മൾ ആ ഒരു മൊമെൻറ്റം മാത്രമാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡേ ലോ വന്നു, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. അപ്പോൾ ക്വിക്ക് ട്രേഡ് ആയിരുന്നു. ക്വിക്ക് ട്രേഡിൽ നമുക്ക് ആ ഒരു പെട്ടെന്നൊരു പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ അത് ഡേ ലോന്നോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊരു ബൈയിങ് പ്രഷറോടുകൂടി മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫർദർ എൻട്രി എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും പുട്ട് ഓപ്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട് പുട്ട് ഓപ്ഷനിൽ. ഇനിയൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഇതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നല്ലൊരു ക്വിക്ക് ട്രേഡും പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങുമാണ് ഈ ഒരു ട്രേഡിൽ നമുക്ക് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ക്വാണ്ടിറ്റി സൈസ്, അതായത് പൊസിഷൻ സൈസും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ആ ലെവൽസ് കൃത്യമായിട്ട് അറിയണം, എന്തിന് ബുക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻസൈഡ് ബാർ വന്ന അടുത്ത മിനിറ്റിൽ നമ്മൾ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ പോലും
നമ്മുടെ ലോസ് ലിമിറ്റൊക്കെ അത് ബ്രേക്ക് ചെയ്ത് പോകും. ഈവൻ 1 ലോട്ടാണെങ്കിലും 2 ലോട്ടാണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി വലുതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ സൈസ് പ്രോപ്പർ അല്ലെങ്കിൽ വരാനുള്ള ലോസ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അല്ലാതെ വെറുതെ വന്നിട്ട് ട്രേഡ് ചെയ്ത് പൈസ കളയാതിരിക്കുക. പൈസ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് തിങ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നല്ല ട്രേഡ്സ് എടുക്കാൻ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ ഇനി ഒരു ട്രേഡ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എന്തായാലും ഈ ഒരു ട്രേഡ് നമുക്ക് 2 ഡയറക്ഷനും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു 130 നമ്മൾ എടുത്തിട്ടുള്ള 130 എടുത്തിട്ടുള്ള ആ ഒരു പ്രീമിയം ഡേ ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഡേ ലോ വന്നതിന് ശേഷം 67.20 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവൽ വന്നതിന് ശേഷം അവിടെ നിന്നും 115 ലെവൽ 120 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മേ ബി അത് 135ലേക്കും അല്ലെങ്കിൽ 23,800 ലെവലിലേക്കെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചാർട്ടിൽ നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് എടുക്കാം. ആസ് ഓഫ് നൗ നമ്മൾ 1.3K പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലൂസിങ് റാലി ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ ചെയ്യാം. പിന്നെ ഇനി എൻട്രീസ് വരികയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാം. യെസ്, ബാക്ക് ടു 135ലേക്ക് വന്നിട്ടുണ്ട് 23,650 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് വരും എന്നുള്ളത് പുട്ട് ഓപ്ഷനിൽ നമുക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് റിസ്ക് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.